നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉണ്ടായാലും സാരമില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, ഇന്ദ്രജയെ ചതിച്ച പിന്നെ നീ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. എന്റെ തറവാട് അന്യം നിന്ന് പോവല്ലോ എന്റെ ദൈവമേ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ ശിക്ഷിച്ച ദൈവമേ, നിന്റെ അടുത്ത ഇരയിനെ ഞാനാണോ? ഇങ്ങനെ നീട്ടി നീട്ടി കൊല്ലാതെ എന്നെ എത്രയും വേഗം ഒന്ന് വിളിക്കണേ മോളെ. മരുന്ന് വെച്ചപ്പോ നോന്നുണ്ടോ ആങ്ങളെ? ലേശം നൊന്താലും സാരമില്ല പെങ്ങളെ, നീ എന്റെ വല്യച്ഛന്റെ മോളല്ലേ. എന്തായാലും നീ എന്റെ പെങ്ങളാണെന്ന് ആ മീഡിയക്കാരോട് പറഞ്ഞത് മോശമായി പോയി. കാട്ടാനയ്ക്ക് ബെർമൂട തയ്പ്പിച്ചവരാ അവര്. അവർക്ക് ഇതൊക്കെ എന്തായാലും മനസ്സിലായി കാണും. ഒരു ക്ലീൻ ഇമേജ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയതാ. എന്നാലും ആ പെങ്ങള് പ്രയോഗം വേണ്ടായിരുന്നു. അല്ല, റൊമാൻറ്റിക് മൂടങ്ങ് പോകത്തില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഇപ്പൊ ഓക്കെ, ആ മൂട് തിരികെ വന്നു. എനിക്കിനി നിന്നോട് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. വാട്സ് ഇറ്റ് മൈ ഡിയർ? ആ മണ്ടൻ ഗുണാപ്പി കാർത്തിക്കുമായിട്ട് ചേർത്ത് എന്നെ ഇനി കളിയാക്കരുത്. ഞാൻ ആ കിഴങ്ങന്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് ശരിയാ, അവനെ എനിക്ക് ഇഷ്ടമേ അല്ല. അതെനിക്കറിയില്ലേ ഡാർലിംഗ്. ഇനിയാണ് നമ്മൾ അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നത്. ഇനിയാ നമ്മുടെ സ്വപ്ന തുല്യമായ ജീവിതം തുടങ്ങാൻ പോകുന്നത്. നമ്മൾ പറക്കും, രണ്ട് ദേശാടന കിളികളെ പോലെ പറക്കും. കാശല്ലേ കയ്യില്. ലോകം മുഴുവൻ നമ്മൾ പറക്കും. പാരീസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ്, കാലിഫോർണിയയിൽ നിന്ന് ലഞ്ച്, പിന്നെ ജർമ്മനിയിൽ നിന്ന് ടിഫിൻ, പിന്നെ മെൽബണിൽ നിന്നും ഡിന്നർ, പിന്നെ ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലും ഞാനും നീയും പറന്ന് നടക്കും. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കെല്ലാം സ്വർഗമല്ലേടാ. നീയും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയി കിട്ടിയ ആ കൊച്ചുമൊത്തുള്ള ജീവിതം എനിക്ക് നരക തുല്യാടി. ആ വാളിന്റെ കാശിങ് വന്നോട്ടെ, എന്നിട്ട് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കും. നീ എന്താ ആലോചിക്കുന്നത്? അതോ, നമ്മുടെ ഹണിമൂൺ എവിടെ വേണോന്ന് ആലോചിക്കുകയായിരുന്നു. ഹണിമൂൺ ആര്? അവളാ ആ പൂതന ഇന്ദ്രജ. എടുക്ക്. ഹലോ ഇന്ദ്രജി. എന്താണ് ഫോൺ എടുക്കാൻ ഇത്ര സമയം? അത് ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാ. എടാ, കൺഗ്രാറ്റുലേഷൻസ്. നിനക്ക് മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും. താങ്ക് യു ചേച്ചി. നിങ്ങളുടെ ആക്ടിങ് എന്ത് ഒറിജിനാലിറ്റിയാടാ. ഇതൊക്കെയാ സ്വാഭാവികമായ അഭിനയം. രണ്ടുപേരും കലക്കി. താങ്ക് യു, താങ്ക് യു. എടാ, നീ ആ വാൾ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അതൊക്കെ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട്, ഒരുത്തനും കണ്ടെത്തില്ല. എടാ, എനിക്കേ അതിപ്പോ ഒന്ന് കാണണം. കാണണമെങ്കിൽ വീഡിയോ കോൾ വിളിക്കും. ശരി, ഞാനിപ്പോ വിളിക്കാം. ഇനി അതവിടെ ഇരിക്കുന്നത് അത്ര സേഫ് അല്ല. അത് എത്രയും പെട്ടെന്ന് നീ എന്റെ അടുത്ത് എത്തിക്ക്. അതൊന്നും വേണ്ട ഇന്ദ്രേച്ചി.
ഇപ്പോ ഇത് ഏറ്റവും സേഫ് ഇവിടെ തന്നെ. ഇവിടെ ഇനി പോലീസൊന്നും വരില്ല. നിനക്കെന്താ ഒരു ഭാവമാറ്റം? ഏയ്, അത് ഇന്ദ്രേച്ചിക്ക് തോന്നിയതാ. നീ എന്നെ ചതിക്കാൻ പ്ലാൻ ഇടുവാണോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ, ഉണ്ടായാലും സാരമില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, ഇന്ദ്രജയെ ചതിച്ച പിന്നെ നീ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. ആ വാളുമായി ഒരിടത്തേക്ക് ചലിക്കാമെന്നും നീ കരുതുക വേണ്ട. എന്താ ഇന്ദ്രേച്ചി ഇത്? ഞാൻ നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതല്ലേ. ഞാൻ ഇന്ദ്രേച്ചിയെ ചതിക്കോ? ശരി. എന്താടാ, അവരുമായിട്ട് ഇടഞ്ഞോ? അവരിടഞ്ഞാലും വൈശാഖിനൊരു ചുക്കുമില്ല. ആരാ? പരിചയമില്ലാത്തൊരു നമ്പരാ, പേരില്ല. നോടെ. എന്താടാ കോള് കട്ട് ചെയ്തേ? ആരാ അത്? ഏയ്, ആരുമില്ല. സ്വാമി, അന്തയാളെ കൂപ്പിട്ടിട്ട് കിടക്കില്ലേ സ്വാമി? അവരിവിടെ തന്നെ വരും, എന്റെ മുമ്പിൽ വരും. എന്താ നിനക്ക് വിശ്വാസമായില്ലേ? സ്വാമി കൊഞ്ചം. വായ മൂടറ തിരുട്ട് പയലേ. ഓം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.